അപ്പോൾ ഗേസ് എല്ലാം മച്ചന്മാരൊക്കെ മഗ്ഡർ മറ്റൊരു ജാഗം ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു വേൾഡുമായിട്ടാണ് ഗേസ്. മറ്റേ വേൾഡ് പോയി ഗേസ്, ഭയങ്കര അപ്ഡേറ്റ് ആയിപ്പോയി. നമ്മൾ പുതിയ വേൾഡ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കിന്നൊക്കെ പോയി ഇതാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ പുതിയ സ്കിന്ന് കണ്ടുപിടിക്കണം. ഇച്ചിരി നേരമായിട്ട് ഈ വേൾഡ് ഓപ്പൺ ആക്കിയിട്ടൊക്കെയാണ് ഗേസ്. എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടൺ സൈസൊക്കെ ഇച്ചിരി വലുതാക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വേൾഡിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു കോമാളി. ഈ വേൾഡിൻ്റെ പേര് ഞാൻ ഇട്ടിരുന്നത് കോമാളി എന്നാണ്. നമുക്ക് ആദ്യം തന്നെ മരം മുറിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മൾ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലാൻസ് ഉണ്ടാക്കാം. ഇതിനിറങ്ങി നമുക്ക് ഈ റാഫിൻ്റെ കൂടെ ഉണ്ടാക്കണം. 2 സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. 8 സ്റ്റിക്ക് കൊണ്ട് നമുക്കിനി പിക്കാക്സ് ഉണ്ടാക്കി റാഫിൻ്റെ കൂടെ വെക്കണം. നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് ആട്ടിനെ കൊല്ലണം, ആട്ടിനെ കൊന്നിട്ട് സ്റ്റോൺ എടുക്കണം. ഇവിടെ ആടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം സ്പോണാവും. നമുക്ക് ജസ്റ്റ് ഇച്ചിരി സ്റ്റോൺ വെട്ടാം ആദ്യം. പിന്നെ എനിക്ക് പനിയാണ്, ഇച്ചിരി നല്ല പനിയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി സൗണ്ട് കുറയും. നേരത്തെ സൗണ്ട് കുറവ്, അത് വേറെ കാര്യം. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഇത് എവിടെ കുറയ്ക്കുന്നതെന്ന് എനിക്കൊരു കൊടുത്തുള്ളൂ. ഞാൻ എന്തായാലും ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം സെൻസിറ്റിവിറ്റി എവിടെ കുറയ്ക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ 50 സെൻസിറ്റിവിറ്റി ഞാൻ ഇപ്പോൾ ഒരു 42 ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി കറക്റ്റായി. ഇച്ചിരി കട്ടിയായെന്ന് ഒരു സംശയം. നമുക്കിനി പോയി ആട്ടിനെ പോക്കണം ഗൈസ്. ഒന്നയാളെ ചാടി വെട്ടാൻ പറ്റിയില്ല. എന്ത് 2 ആട് അവിടെ ആടുകൾ നിൽപ്പുണ്ട്, അപ്പം 3 ആടാവും. നമുക്ക് ഇപ്പോഴേ അങ്ങ് ബെഡിൻ്റെ കളറ് മാറ്റാൻ കഴിയും. ഈ പൂവും കൂടെ വെട്ടാം. ഇവിടെ ഒരാട് നിന്നാണല്ലോ. ഇതൊന്ന് അവിടെ ഗുഹയുണ്ട്, ഇറങ്ങാം. വേർ ഈസ് ദാറ്റ് ഷീപ്പ്? ബ്ലഡി ഗ്രാമവാസി. എനിക്ക് ഈ പ്രദേശത്തായിട്ട് എനിക്ക് ഒരു കണ്ടിട്ട് മൊട്ടുംഭാവം കണ്ടിട്ട് ഒന്ന് എന്തായാലും ഒരു വില്ലേജ് ആണോ കാര്യമുണ്ട് കേസ്. നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പം ഒരു ആടിനെ തപ്പിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഞാൻ ഒരു ആടിനെ കൂടെ കിട്ടട്ടെ കേസ്. നമ്മൾ നടന്നു പോയപ്പോൾ ഇവിടെ ആട് പോണായി കരിഞ്ഞ് തന്നെ ഈ ആട്ടിന്. അപ്പുറത്തേക്ക് നിൽക്കാനവിടെ ഈ ആടിനെ കൊന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ തന്നെ ബെഡിട്ടൊന്ന് ഉറങ്ങാം. ബെഡ് അയ്യോ ഹൗറ്റ് പ്ലെയിനൊക്കെ ബട്ടൺസിലൊക്കെ പോയിട്ടുണ്ട്. എനിക്കെപ്പോഴും പോകുന്നതാണ്. നമുക്കിനി ഇച്ചിരി ടൂൾസ് ഉണ്ടാക്കി വെച്ചേക്കാം ഗൈസ്. എടുത്തും ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാം. ആദ്യം ഒരു പിക്കാക്സ്, പിന്നെ ഒരു ആക്സ്, സോഡ് വേണം തൽക്കാലത്തേക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. ലാഗുണ്ട്. നമുക്ക് ഞാൻ എന്തായാലും ഇവിടെ ചേരുന്ന് നോക്കട്ടെ കേസ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഐലൻഡാന്ന് തോന്നുന്നു. എന്നാലും നോക്കട്ടെ ഗൈസ്. എനിക്ക് ഈ ഏരിയ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇവിടെ മൊത്തം കേവ്സൊക്കെയാണ് ഗൈസ്. നമ്മൾ വീണാൽ തന്നെ രക്ഷിക്കാൻ അറിയില്ല ഗൈസ്. നമ്മൾ കുട്ടാട്ടനെ പിന്നെ വിളിക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല.
എനിക്ക് ഇത് ഒന്നെങ്കിൽ ഒരു സ്കേല അല്ല ഐലൻഡ് അല്ല ഇത്, അല്ലെങ്കിൽ ഒരു വലിയ ഐലൻഡാണ്. എനിക്കറിയത്തില്ല ഇതൊരു ഐലൻഡാണെന്ന്. ഇത്രയും പോയപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഇവിടെ ആളുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല ഗൈസ്. എന്തോ ഞാൻ ആളെ ശ്രദ്ധിച്ചില്ല ഗൈസ്. വളമുണ്ട് ഇങ്ങോട്ട്. ഒരു ഇതാവാനാണ് ചാൻസ് ഏത് മറ്റേത് ഐലൻഡ്. ഈ മലയാണ് തോന്നുന്നു മറ്റേ ആ മല. ഏത് മനസ്സിലായി കാണുമല്ലോ, ഇല്ല ഗുഹയുടെ ആ സൈഡിലൊക്കെ ഉള്ള നെതർ പോർട്ടൽ. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. വ്യൂയിങ് ക്രാഫ്റ്റ് മേപ്പോട്ടോ. ഷാർപ്നെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പയനകത്തുണ്ട് പ്രൊജക്ടർ പ്രൊട്ടക്ഷൻ എടുത്തിട്ടേക്കാം. പ്രൊജക്ടർ പ്രൊട്ടക്ഷൻ കിട്ടി. ഇവിടെ ക്രൈം ഓപ്ഷൻ ഇല്ല ഗൈസ്. നമുക്ക് 1 2 3 ഇതൊക്കെ വന്ന് പൊളിച്ചെടുക്കാം എന്തായാലും. അതിൻ്റെ ലാഭം കാണും. വെള്ളം വഴിച്ചതും പോവാം ഗൈസ്. ഇവിടെ വോൾഫൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ആയിട്ട് ഞാനൊരു വോൾഫ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ ഷോണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് ഇവർ വരുന്നത്. ഇത് നമ്മൾ കല്ല് കുഴിച്ച ഏരിയ ആണെങ്കിൽ ഇതൊരു വലിയ ഇത് തന്നെ ഒരു കേവ് ഉണ്ട്. നമ്മൾ കല്ല് കുഴിച്ച സ്ഥലം കല്ല് കുഴിച്ച ആ സ്ഥലം ഉണ്ടല്ലോ, നമ്മളെടുത്തൊരു പാർട്ട്, ആ സ്ഥലങ്ങളെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളെ സ്ഥലത്തെത്തി. ഇല്ലയോ ഇരുന്നില്ലേ നമ്മൾ കല്ലെടുത്തെ? അതുകൊണ്ട് നമ്മൾ മരം വെട്ടിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞാൻ കണ്ടുപിടിച്ചു, ഇത് ഒരു വലിയ ഐലൻഡാണ്. മുട്ടനൊരു ഐലൻഡാണ് ഗൈസ്. ഒരു ദിവസം എടുത്ത് കറങ്ങി കിടക്കാൻ ക്രാഫ്റ്റിന്. വലിയ ഒന്നുമില്ല. നമ്മൾക്ക് ഇവിടെ കാണാൻ ഒരു ബേസ് തട്ടിക്കൂട്ടാം ഗൈസ്. ഇവിടെ ഞാൻ ഇപ്പോൾ പോയിട്ട് ഒരു ഒരു വില്ലേജും കണ്ടില്ല. നമുക്കിവിടെ തന്നെ ബേസ് അടിക്കാം ഗൈസ്. ഇത് നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പിന്നെ ഒരു പിന്നെ നമുക്ക് വില്ലേജ് കയറി പോകാം. രണ്ട് വില്ലേജ് തന്നെ കൊണ്ടുവരാം. നമുക്ക് നേരിപ്പോൾ ബെഡ് വെച്ച് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് ഉറങ്ങിയിട്ട് രാവിലെ ഫർണസിൽ ഇത് കുക്ക് ചെയ്യാം. അവിടെ പംകിൻ നിപ്പുണ്ട് ഗൈസ്, ഞാൻ കണ്ടായിരുന്നു. അത് നമുക്ക് ഉപകാരപ്പെടും. നമ്മളിവിടെ ഫർണസിലുള്ള ആയി കാണും. ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വുഡില്ല. നമുക്ക് ഇതൊന്ന് ഈ മരങ്ങൾ വെട്ടിത്തറയിടാം. പ്ലാൻസ് നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. ആക്സ് വെച്ച് എത്ര അടിക്ക് പശു ചാവുമോ നോക്കാം. ഇല്ല ഇവിടെ തന്നെ ഇരിക്കണേ. ഇതിൻ്റെ ഒരു ചാടിയടിയും ഒരു നിന്നടിയും സ്ലാബാക്കിയിടാൻ കഴിച്ചപ്പോൾ അപ്പം നമുക്ക് തടിലാകുമായിരിക്കും.
10 ഉണ്ടാക്കി വെച്ചേക്കാം. എന്നിട്ട് ഇത് കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പം ഇത്ര കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, കൂടി പോയി. ഇപ്പം